ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ MP ക്ലാസ് ഒരുക്കുന്ന ഫ്രീ UPSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GS1 ആണ്. GS1ന്റെ 5ാമത്തെ ക്ലാസ് ആണ്. 4 ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സെയിം യൂട്യൂബ് ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ളൊരു ടോപ്പിക് കാണാൻ പറ്റും. GS1 നമ്മൾ തുടങ്ങുന്നത്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കാണണം. അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സബ്ജക്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഫൗണ്ടേഷൻ പ്ലസ് PCM എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 54,000 രൂപ വരുന്ന പ്രോഗ്രാം 16,000 രൂപക്കാണ് സ്പെഷ്യൽ ഓഫറിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു ബിഗ് ഓഫറിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു 5 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലാസ് കണ്ടുകൊണ്ടിട്ട് ഇതിലൂടെ മാത്രമാണ് ആ ഓഫർ പറയുന്നത്, നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് മാത്രം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 5 പേര് അതിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 പേരുണ്ടെങ്കിൽ അവർക്ക് വെറും 9,999 രൂപക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ആരെങ്കിലും ക്ലാസ് കാണുന്ന ആളുകൾക്കുള്ളതാണ്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് 8590840250 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 5 സീറ്റേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അത് അവസാനിക്കും. അപ്പൊ നിങ്ങൾ ക്ലാസ് എപ്പോഴാണോ വീഡിയോ കാണുന്നത് അപ്പൊ ഒന്ന് കണ്ട് ഉടനെ തന്നെ മെസ്സേജ് അയക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം പിന്നെ അതിലേക്ക് ജോയിൻ ചെയ്യുക. അത് സൂമിലൂടെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ യൂട്യൂബിലൂടെയാണ് ക്ലാസ് വരുന്നതെങ്കിൽ നമ്മുടെ ആ ക്ലാസ് വരുന്നത് സൂം ആണ്. സൂം ക്ലാസ് കംപ്ലീറ്റ് മെറ്റീരിയൽ, കംപ്ലീറ്റ് ടെസ്റ്റ്, എല്ലാ സബ്ജക്റ്റിന്റെയും ടെസ്റ്റുകൾ, എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ, NCERT, ഇൻഡിവിജ്വൽ മെന്ററിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആണ്. സിസാറ്റിന്റെ ക്ലാസ്, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. സ്പെഷ്യൽ ഓഫർ മിസ്സാക്കാതിരിക്കുക. ഓക്കെ, ഫ്രീ ക്ലാസ്സിലൂടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകും. പക്ഷെ അതിലൊന്നും ഡെപ്തിൽ നമുക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്. സ്വാഭാവികമായിട്ടും കുറഞ്ഞ സമയമേ ഉള്ളൂ. കാരണം ഒരുപാട് സമയം ഇങ്ങനെ നമ്മൾ പരസ്പരം സംസാരിക്കാതെ ഇപ്പൊ റേഡിയോ പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. മറ്റേതിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് 5ാമത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ടംബിൾ ആർക്കിടെക്ചർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടംബിൾ ആർക്കിടെക്ചർ ഡെവലപ്മെന്റ്. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഏർലി ടെമ്പിൾസ് പ്രധാനമായിട്ടും ഗുപ്താസിന്റെ കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ് അപ്പൊ പൊതുവെ ടെമ്പിൾസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പായി തുടങ്ങുന്നത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു സിംഗിൾ റൂം ചേംബർ ഒക്കെ ആയിരുന്നു ടെമ്പിൾ ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നു. ഓക്കെ, നിങ്ങൾ കാണുന്ന പോലെ. അപ്പൊ ഫസ്റ്റ് ടെമ്പിൾ ഡെവലപ്മെന്റിനെ പൊതുവെ നമ്മൾ 5 സ്റ്റേജസ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആയിട്ട് പറയാറുണ്ട്. 5 സ്റ്റേജസ് ആയിട്ടാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഇതുണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പിക്ചർ, ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നാമതായിട്ട് ഫ്ലാറ്റ് റൂഫ് ആണ്. സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള എന്താണ്, ഷാലോ പില്ലാർലെസ് ഉണ്ടാവുന്ന ഒരു ലോ പ്ലാറ്റ്ഫോമിൽ, അപ്പൊ താന്നിട്ട് കിടക്കുന്ന പ്ലാറ്റ്ഫോം ഉയർത്തിയിരുന്നല്ല, അതിന് മുകളിൽ ഒരൊറ്റ ബിൽഡിംഗ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സംഗതി ആയിട്ടാണ് ടെമ്പിൾ 17 അറ്റ് സാഞ്ചി ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഫ്ലാറ്റ് റൂഫാണ്. ഇപ്പൊ റൂഫ് ഉയർത്തുന്നില്ല, അങ്ങനെയായിട്ട് കിടക്കുന്നത്. രണ്ടാമതായിട്ട് ഘട്ടത്തിലേക്ക്, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറി, ഹയർ പ്ലാറ്റ്ഫോം ആയിട്ട് മാറി. അപ്പൊ സെയിം ഹയർ പ്ലാറ്റ്ഫോമിൽ ഉള്ളൊരു ടെമ്പിൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ളത്. ഓക്കെ ആണല്ലോ. 2 സ്റ്റോറിയുടെ കവേർഡ് സർക്കംബാലറ്ററി പാത്ത് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അതിൽ എക്സാമ്പിൾ ആണ് പാർവതി ടെമ്പിൾ മധ്യപ്രദേശിലുള്ളത്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്കുള്ള ടെമ്പിളിലേക്കാണ് ഇത് എത്തുന്നത്. പക്ഷേ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്തും ഡെവലപ്മെന്റ്. പിന്നീട് അതിലേക്ക് ഒരുപാട് അഡീഷൻസ് വന്ന് എന്ത് ചെയ്യണത്, മൂന്നാമത്തെ ഇപ്പൊ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം നിൽക്കുന്ന സ്ഥലം വെച്ച് ഉയർന്ന പ്ലാറ്റ്ഫോമിലായി മാറി. മൂന്നാമത്തേലേക്ക് വരുമ്പോൾ എന്താന്ന് തുടങ്ങി, ശിക്കാര വരാൻ തുടങ്ങി. റൂഫ് ഫ്ലാറ്റ് റൂഫിന് പകരം ശിക്കാര, പഞ്ചായത്താന സ്റ്റൈലേക്ക് വരാൻ തുടങ്ങി. അപ്പം മൂന്നാമത്തെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ഹയർ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലേക്ക് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടോ കയറി പോകാൻ. എന്നിട്ട് അതിന്റെ മുകളില് ബിൽഡിങ്, ടെമ്പിള്, പഞ്ചായത്തൻ സ്റ്റൈലാണ്. ഇവിടെ ഗർഭഗൃഹം ഉണ്ടാവും. അതിന്റെ മുകളിൽ എന്ത് വരാൻ തുടങ്ങി, നമ്മൾ കാണുന്ന പോലെ ഇപ്പൊ ഈ ശിക്കാര വരാൻ തുടങ്ങി, കയറി നിൽക്കുന്നത്. ഏതാണ് മൂന്നാമത്തെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ ശിക്കാര. പല സ്റ്റൈലിൽ ശിക്കാര ഉണ്ട് കേട്ടോ. ശിക്കാരയും വിമാനങ്ങളും പഠിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് ദശാവതാര ടെമ്പിള് ദിയോഗറിലെ. പിന്നെ നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ മെയിൻ ഷ്രെയിൻ എന്താണ്, ഒന്നുകൂടെ റെക്ടാങ്കുലർ ആയിട്ട് മാറും. മെയിൻ ഷ്രെയിൻ റെക്ടാങ്കുലർ ആയിട്ട് മാറുന്നതാണ് തേർഡ് ടെമ്പിൾ ഷോലാപൂരിലുള്ള പറയാൻ പറ്റും. 5ാമത്തേലേക്ക് വരുമ്പോൾ സർക്കുലർ ടെമ്പിൾ ആണ്. ഓക്കെ, വിത്ത് ഷാലോ റെക്ടാങ്കുലർ പ്രൊജക്ഷൻസോട് കൂടി സർക്കുലർ ടെമ്പിൾ ആയിട്ട് മാറി. മണിയാർ ഉള്ള രാജകീയ ടെമ്പിൾ.
ഇങ്ങനെ 5 ഘട്ടങ്ങളായിട്ടാണ് ടെമ്പിളിന്റെ തുടക്കം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡെവലപ്മെന്റ് പറയാൻ പറ്റുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ഇങ്ങനെ ക്ലാസ്സിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതാണ്. നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും എന്ത് ചെയ്യാം, കമന്റിൽ ചോദിക്കാം. നിങ്ങൾ ഫ്രീ ക്ലാസ് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെന്റർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ കംപ്ലീറ്റ് ഫ്രീ ക്ലാസ് പഠിച്ചു പോവാ. അതിലൊരു മെന്റർ സഹായത്തോടു കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8590840250. നമ്മൾ മറ്റേ പറഞ്ഞ ക്ലാസിന്റെ അത് അറിയാൻ വേണ്ടി നമ്പർ തന്നെയാണ്. മെറ്റീരിയലിന് അടിയിൽ നമ്പർ ഉണ്ട്. മെറ്റീരിയൽ കിട്ടാത്തവർ അതിന്റെ മെറ്റീരിയൽ ടെലിഗ്രാം ചാനലിലുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അതിലൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടാം. ഓക്കെ, അത് എടുക്കുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് അതിൽ ചില ഡെവലപ്മെന്റ് കട്ടാറങ്ങാണ്ട് ഈ മെറ്റീരിയലിന്റെ അടിയിൽ ഈ ലിങ്കിൽ ജോയിൻ ചെയ്താലും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും ടെലിഗ്രാം ഗ്രൂപ്പിൽ കേട്ടോ. ബേസിക് ഫോം ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് സാങ്ക്ട്രം. നമ്മൾ ആ ഒരു മെയിൻ ഡേറ്റിന് വെക്കുന്നതിനെ പറയുന്ന പേരാണ് സാങ്ക്ട്രം എന്ന് പറയും. ഓക്കെ, ഗർഭഗൃഹം എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിൽ മണ്ഡപാസ് ഉണ്ടാവാറുണ്ട്. അത് അതിന്റെ പ്രത്യേകത മണ്ഡപ അല്ലെ. ശിക്കാര ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ ശിക്കാര, സൗത്ത് ഇന്ത്യയിൽ അതിനെ വിമാന എന്ന് പറയും. ഓക്കെ, പിന്നെ വാഹനം ഉണ്ടാവും. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള ടെമ്പിൾസിൽ ഉണ്ടാവുന്ന 4 കാര്യങ്ങൾ. ഓക്കെ ആണോ? ഇനി നമുക്ക് പൊതുവെ ടെമ്പിൾസ് സ്റ്റൈലിനെ പ്രധാനമായിട്ടും എന്ത് ചെയ്യാം, 3 ആക്കി ഡിവൈഡ് ചെയ്യാം കേട്ടോ. 3 ടെമ്പിൾ സ്റ്റൈൽ ഇന്ത്യയിൽ ഇപ്പൊ നമ്മളെ ഗുപ്ത കാലഘട്ടത്തിൽ അതിന്റെ തുടക്കം പറഞ്ഞത്. തുടക്കം എങ്ങനെയാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് ഭയങ്കര പീക്കിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, പല സ്ഥലങ്ങളും ഡെവലപ്പായിട്ട് അങ്ങനെ ഡെവലപ്പ് ആയത് അതിനെ നമുക്ക് 3 സ്റ്റൈലായിട്ടാണ് ചെയ്യുന്നത്. ടെമ്പിൾ ആർക്കിടെക്ചർ പൊതുവെ പറയാറ്. ഒന്ന് നഗര സ്റ്റൈല്. പൊതുവെ നോർത്ത് ഇന്ത്യയിലാണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. നഗര നോർത്ത് ഇന്ത്യയിൽ. ദ്രാവിഡ സ്റ്റൈല് പൊതുവെ സൗത്ത് ഇന്ത്യയിലാണ്. നഗര ദ്രാവിഡ. ബേസാര അതിന്റെ ഇടയിൽ വരുന്ന പൊതുവെ കേട്ടോ. രണ്ടിന്റെയും നഗര സ്റ്റൈലിൽ നമുക്ക് ഒരുപാട് ടെമ്പിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സബ് സ്കൂളിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ വരുന്നതാണ് കലിംഗ സ്കൂള്, ഖജുരാഹോ സ്കൂള്, സോളങ്കി സ്കൂള്. ഓരോ റീജിയൻ. സോളങ്കിക്ക് ഗുജറാത്തിലാണ്. പിന്നെ ദ്രാവിഡ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് പല്ലവി ചോളയാണ്. അത് അവിടെ നോട്ട് ചെയ്തൊക്കെയാണെങ്കിൽ പല്ലവ സ്കൂള്, ചോളന്റെ സമയത്താണ് പല്ലവിയിൽ തുടങ്ങി ചോളയിലാണ് അതിന്റെ പീക്കിൽ എത്തുന്നത്. ബേസാര എന്ന് പറയുന്ന നഗരന്യം ദ്രാവിഡന്യം സ്റ്റൈല് മിക്സ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സ്റ്റൈലാണ്. ഹൊയ്സാല സ്കൂള്, വിജയനഗര സ്കൂൾ, ഇങ്ങനെ രണ്ടാണ് അതിൽ എന്ത് ചെയ്യുന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അതിൽ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്തൊന്ന് മനസ്സിലാക്കിയും കൂടി നമുക്ക് ഇന്ന് ചെയ്യുന്നുള്ളൂ. നാളെ അതിന്റെ സബ് സ്കൂൾസ് നമ്മൾ പറയുന്നുണ്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുള്ളൂ. എല്ലാം കൂടി പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടോന്നോ അറിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് അതോ UPSC പഠിക്കാൻ ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് യൂസ്ഫുൾ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്മൾ കാണുന്നുണ്ട്, ഇത് ഉപകാരപ്പെടുന്നുണ്ട്, കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും എടുക്കാൻ തോന്നുള്ളൂ. മറ്റത് ഞാനൊരു ഇതിന്റെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, നിങ്ങൾ വിട്ടുപോകരുത്. 3 സ്റ്റൈൽ നമുക്ക് കമ്പയർ ചെയ്ത് പോവാം. നഗര, ദ്രാവിഡ ആൻഡ് ബേസാര. നഗര സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥലം നോക്കി വെക്കുക, നോർത്ത് ഇന്ത്യയിലാണ് പൊതുവെ. ദ്രാവിഡ സ്റ്റൈൽ സൗത്ത് ഇന്ത്യയിലാണ്, തമിഴ്നാട്, ആന്ധ്ര റീജിയനിലൊക്കെ. മറ്റേത് രണ്ടിന്റെയും മിഡിലായിട്ട് വരുന്ന ഒരു കർണാടക റീജിയനിലൊക്കെ പറയാം കേട്ടോ. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് നഗര സ്റ്റൈല് പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായിരിക്കും, ഒരു സ്റ്റോൺ പ്ലാറ്റ്ഫോമിലായിരിക്കും. ഓക്കെ, ഉയർന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും പൊതുവെ അത് ഉണ്ടാവുക. സ്റ്റെപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ. ഇവിടെ ദ്രാവിഡയില് യഥാർത്ഥ ദ്രാവിഡ സ്റ്റൈലിൽ ഒന്നും ഉണ്ടാവില്ല, ഹൈ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല കേട്ടോ. ഭൂമിയിൽ തന്നെ വലിയ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തല്ല, കുറച്ച് അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് അതിനുള്ള ടെമ്പിൾ ഉണ്ടാവും. അത് അടിയിൽ പിക്ചർ ഉണ്ട്. ബേസാര ചിലപ്പോൾ ഉയർന്നുണ്ടാവും, ചിലപ്പം ഇല്ലാത്തതും ഉണ്ടാവും. രണ്ടും ഉണ്ട്. ഇതിൽ ഉണ്ടാണും ഇല്ലാത്തതും ഉണ്ട്. ഇതിൽ ഹൈ പ്ലാറ്റ്ഫോം ഇല്ല, ഇതിൽ ഹൈ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇനി ബൗണ്ടറി വാളിന്റെ കാര്യം നോക്കണം. ഓരോന്നോരോന്ന് എടുത്തായി ഹൈ പ്ലാറ്റ്ഫോം, അങ്ങനെ ഓരോ പോയിന്റ് ആക്കി എടുത്ത് അങ്ങനെ പഠിച്ചായി. ഹൈ പ്ലാറ്റ്ഫോം, ബൗണ്ടറി വാള്,
ഇവിടെ ബൗണ്ടറി ബോൾ ഇല്ല. നോർത്തിൽ, സൗത്തിൽ ബൗണ്ടറി ബോൾ ഉണ്ട്, ചുറ്റുമതിൽ ഉണ്ടാവും പൊതുവെ. ഇവിടെ ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഷിക്കാര. ഷിക്കാര ഇവിടെ 3 ടൈപ്പിലാണ്: ലാറ്റിന, ഫംസാന, രേഖ ദ്യൂൾ എന്ന് പറയുന്ന 3 സ്റ്റൈലിലാണ് ഷിക്കാര നോർത്തേൺ സ്റ്റൈലുള്ളത്. ഇവിടെ ഹ്യൂജ് ഷിക്കാരാസ് ഉണ്ട്. പിരമിഡിക്കൽ ഷേപ്പിലാണ് പൊതുവെ ഷിക്കാരാസ് ഇവിടെ ഉള്ളത് കേട്ടോ. ഷിക്കാര എന്ന് പറയുന്നത് മിക്സ് ഓഫ് നഗരനി ദ്രാവിഡനി മിക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ഷിക്കാര കാണപ്പെടുന്നത്. ഷിക്കാര ഉയർന്നു നിൽക്കുന്ന സാധനം ചെയ്യും. പിന്നെ പില്ലാർ നോക്കുകയാണെങ്കിൽ ഇവിടെ പില്ലാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ആബ്സെന്റ് ആണ്. ഇവിടെ പില്ലാറാണ് ഇതിന്റെ പ്രോമിനന്റ് ഫീച്ചർ. ഇപ്പം സൗത്ത് ഇന്ത്യൻ സ്റ്റൈലില് ദ്രാവിഡ സ്റ്റൈൽ കേട്ടോ, ദ്രാവിഡ നമ്മൾ സൗത്ത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ദ്രാവിഡ സ്റ്റൈലുള്ള ഡംബിളാണെന്ന് കരുതരുത് കേട്ടോ. അപ്പോൾ ദ്രാവിഡ സ്റ്റൈലുള്ള ഡംബിൾ ആണെങ്കിൽ പില്ലാറ് ഭയങ്കര ഉണ്ടാവും. ഇവിടെ പില്ലാറ് പ്രസന്റ് ആണ് നടത്തി കേട്ടോ. ഗോപുരം നോക്കുകയാണെങ്കിൽ ഇവിടെ ആബ്സെന്റ് ആണ്. ഇവിടെ ഗോപുരം ഉണ്ടാവും, കയറുന്നത് എൻട്രൻസ്. ഇവിടെ ഗോപുരം നോട്ട് പ്രസന്റ് ഇൻ ഓൾ കേട്ടോ. ഇവിടെ വാട്ടർ ടാങ്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വാട്ടർ ടാങ്ക് ഇല്ല. നമുക്ക് എപ്പോഴും എന്താണ് ഒരു അമ്പലക്കുളം ഉണ്ടാവുമല്ലോ, വാട്ടർ ടാങ്ക് ഉണ്ടാവും. ഇവിടെ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ബോർഡർ ഗാർഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന ആളുകൾ ആരാ? ബോർഡർ ഗാർഡ് ചെയ്യാൻ വേണ്ടി ഗംഗ യമുന സ്കൾപ്റ്റ് ഇത് കാണാൻ പറ്റും. ബോർഡർ ഗാർഡ് ചെയ്യാൻ വേണ്ടി എൻട്രൻസ് ഓഫ് ഗർഭഗൃഹയിൽ ഇവിടെ ദൊരബാലാസ് ആണ് ആ സാധനം ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ സംഗതി ഇല്ല. ഓക്കെ. പിന്നെ ഗംഗ യമുന അമാലഗാസ് ഉണ്ട്, നോർത്തിൽ പ്രസന്റ് ആണ്, ഇവിടെ ആബ്സെന്റ്. അമകല എന്ന് പറയുന്നത് ഇപ്പൊ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവും കണ്ടാട്ട്. നോർത്ത് സ്റ്റൈൽ ഇങ്ങനെ ഒരു വളഞ്ഞിട്ടാ, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അതിന് മുകളിൽ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇവിടെ അതില്ല, ഇവിടെ അത് ഇങ്ങനെ ആയിട്ടത് അതിന്റെ ആവശ്യം വരുന്നില്ല. അമാലഗാസ് ഉണ്ടാവില്ല. ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്, നഗര സ്റ്റൈല്, ദ്രാവിഡ സ്റ്റൈല്, വേഴ്സാര. നഗര സ്റ്റൈല്, സൗത്ത് ഇന്ത്യ ദ്രാവിഡ കമ്പൈൻ ആയിട്ടുള്ള സ്റ്റൈലാണ്. ഇത് പിക്ചർ നോക്കിയിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കേട്ടോ. സനണമാരക ഒന്നുകൂടെ ഇങ്ങനെ ഒരു വളഞ്ഞിട്ടാ. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പിരമിഡിക്കൽ ഷേപ്പാ കാണാൻ പറ്റുക. രണ്ടിനെയും മിക്സ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ വേഴ്സാരയില്. നിങ്ങൾക്കുള്ള വർക്ക് പറയുന്നത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഇത് വരക്കാൻ പഠിക്കണം. നഗര സ്റ്റൈലും അങ്ങനത്തെ സബ് സ്കൂൾസ് നമ്മൾ പിന്നെ അടുത്ത ക്ലാസ്സിലാണ് നോക്കുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നഗരയും ദ്രാവിഡ സ്റ്റൈലുള്ള ടെമ്പിൾ വരക്കാൻ പഠിക്കണം കേട്ടോ. അതിന്റെ പിക്ചർ ഡ്രോയിങ് സിമ്പിൾ ആയിട്ട് വരച്ചു വെച്ചാൽ മതി. അടിയിലുണ്ടോ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ദ്രാവിഡ സ്റ്റൈലിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ നഗരയിലുള്ള ദ്രാവിഡയിൽ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ. ഇതിലൊരു ഗോപുരാണ് ഇവിടെ എൻട്രൻസ്. ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുക. ഇവിടെ നമ്മൾ ചെറിയൊരു ഗേറ്റ് പോലെ ഒരു എൻട്രൻസ് ഉണ്ടാവും അല്ലെ, അത് ചെറുത് കൊടുത്തിട്ട് അതാണ് എൻട്രൻസ്, ഗോപുരം എന്ന് പറയും. ഓക്കെ. പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മണ്ഡപാസ് സ്റ്റാർട്ട് ചെയ്യും. ഹാള് പോലെ അല്ലെ മണ്ഡപ. അത് കഴിഞ്ഞാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഗർഭഗൃഹന്റെ മുകളിലാണ് ഏതുള്ളത്, നമ്മുടെ ശിക്കാര, വിമാന ശിക്കാര എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഏത് സിമ്പിൾ ആയിട്ട് ഇവിടെ ഗർഭഗൃഹം മാർക്ക് ചെയ്യുക, ഇവിടെ മണ്ഡപം മാർക്ക് ചെയ്യുക, ഗോപുരം മാർക്ക് ചെയ്യുക. സിമ്പിൾ ആയിട്ട് ഒരു വൃത്തിയിൽ വരക്കാൻ പഠിക്കുക കേട്ടോ. പെൻസിലോട്ടൊക്കെ വരക്കുമ്പോൾ കൂടി നന്നാവുമല്ലോ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ അതിന്റെ സ്റ്റൈലിൽ നിങ്ങൾ നോക്കേണ്ടത് ഏതാണ്, പിന്നെ നഗര സ്റ്റൈലാണ്. അടിയിലൂടെ നഗര സ്റ്റൈലിൽ വരുമ്പോൾ ഉണ്ടോ മറ്റൊരു റൈസിന് പ്ലാറ്റ്ഫോം ഇല്ല, പ്രത്യേകം ഇവിടെ പറയണം കേട്ടോ. ഒന്ന് ഉയർന്ന പ്ലാറ്റ്ഫോമിൽ വരക്കണം. ഇവിടെ സ്റ്റെപ്പ് വെച്ചത് ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത് വരക്കേണ്ടത് നഗര സ്റ്റൈലിലേക്ക് വരുമ്പോൾ. എന്നിട്ട് മണ്ഡപം അവിടെയുണ്ട്, ഗർഭഗൃഹ അതിന്റെ മുകളിൽ ഇവിടെ ഈ ഇങ്ങനെ ഒരു വളഞ്ഞ ഇതാണ്, നേരെ ഇതല്ല വിമാന പിരമിഡിക്കലല്ല, അങ്ങനെ വെച്ച് വളഞ്ഞിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ എടുത്ത് അതിന് മുകളിൽ അമാലകാസ് വരച്ചു നോക്കണം കേട്ടോ. മാർക്ക് ചെയ്യണം. അമാലക ഇതിലില്ലാത്താണ്.
പിന്നെ ഇതിന്റെ നേരെ താഴെ ഇവിടെ ഗർഭഗൃഹം ഉണ്ടാവട്ടോ. പിന്നെ ഇതിലൊക്കെ മണ്ഡപം, അതിൽ അർത്ഥമണ്ഡപ, അങ്ങനത്തെ ഒരുപാട് പലതരം മണ്ഡപം ഉണ്ടാവും. അത് വേറെ അറിഞ്ഞിരിക്കാം. മണ്ഡപാസ് ഇങ്ങനെ മാർക്ക് ചെയ്താൽ റൈസ് പ്ലാറ്റ്ഫോം ആണ്, എഴുതിയാൽ മതി. മണ്ഡപാസ്, മാലകാസ്, ഗർഭഗൃഹ. ഈ രീതിയിൽ എന്ത് ചെയ്യണം, അത് രണ്ടിന്റെയും ചിത്രം വരക്കാൻ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, വിട്ടു പോകരുത് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ടെമ്പിൾ ആർക്കിടെക്ചറിൽ ഇന്ന് അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന 5 സ്റ്റേജസ് ആയിട്ട് അതിന്റെ ഡെവലപ്മെന്റ്. രണ്ടാമതായിട്ട് പറഞ്ഞത് 3 സ്റ്റൈല്, നഗര, ദ്രാവിഡ, വേസാര വിത്ത് ഡ്രോയിങ് അടക്കം. ഓക്കെ, വേസാരയിൽ അങ്ങനെ ഡ്രോയിങ് ആയിട്ട് വരക്കണമെന്നില്ല. നഗരയും ദ്രാവിഡയും എന്താണ് അതിന്റെ ഡ്രോയിങ്സ് അടക്കം വേണം, അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക. ഇനി അതിനുള്ളിൽ വരുന്ന സബ് സ്കൂൾസുകൾ, നഗരയിൽ വരുന്ന ഖജുരാഹോം, സോളങ്കിയും, മറ്റേൽ വരുന്ന ചോള ടെമ്പിളും, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഡെപ്തിലേക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, ഫൗണ്ടേഷൻ പ്ലസ് PCM ക്ലാസ്. സൂം ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. താല്പര്യമുള്ള ആളുകൾ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പം ഉണ്ട്. 5 പേര് പുതിയ ബാച്ചിലോട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ്. 16,000 രൂപ വരുന്നതും സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായിട്ട് 9,990 രൂപ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതല്ല, ഫ്രീ ക്ലാസ് തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ക്ലാസ് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, മെന്റർ സഹായത്തോടു കൂടി പഠനം ഒരു മോണിറ്ററിംഗ് ചെയ്യാനുള്ള ഒരാൾ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് മെന്റർഷിപ്പ് തരുന്ന പ്രോഗ്രാമാണ്. അതിലൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, ജോയിൻ ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണം, വിട്ടുപോകരുത്. ഓക്കെ, ശരി.